ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ദൗത്യം ഒരു ദശകം പൂർത്തിയാക്കുമ്പോൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ സ്വപ്നങ്ങൾക്കും ആശയങ്ങൾക്കും ചിറകുകൾ നൽകിയ ഒരു വലിയ ദൗത്യം 10ാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങുകയാണ്. അതെ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ ജനുവരി 16 വിജയകരമായ ഒരു ദശകം പൂർത്തിയാക്കുകയാണ്. നൂതന ആശയങ്ങളെ പരിപോഷിപ്പിക്കുവാനും രാജ്യത്തുടനീളമുള്ള സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുവാനും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ദൗത്യം 2016 ജനുവരി 16 ആരംഭിച്ചത്. എല്ലാ വർഷവും രാജ്യം ഈ ദിനം ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ദൗത്യം ഒരു ദശകം പൂർത്തിയാക്കുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, യുവജനങ്ങളെയും വനിതകളെയും ഉൾപ്പെടെ സ്വന്തം സംരംഭങ്ങൾ തുടങ്ങാൻ പ്രേരിപ്പിക്കുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 2016 ഈ ദൗത്യം ആരംഭിക്കുമ്പോൾ രാജ്യത്ത് 500ഓളം സ്റ്റാർട്ടപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ 2025 ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് രാജ്യത്ത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് DPIIT രജിസ്റ്റേർഡ് ആയിട്ടുള്ള 2 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളുണ്ട്. ഈ സംരംഭങ്ങളിലൂടെ രാജ്യവ്യാപകമായി 21 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാധിച്ചു. 2025 മാത്രം 44,000-ത്തിലധികം പുതിയ സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇത് ഒരു റെക്കോർഡാണ്. തൊഴിലന്വേഷകർ എന്നതിൽ നിന്ന് തൊഴിൽ ദാതാക്കൾ എന്ന നിലയിലേക്ക് രാജ്യത്തെ യുവത മാറണം എന്നതാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ദൌത്യത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. स्टार्टअप का मतलब ये तो नहीं है कि हर किसी के पास $1 बिलियन का काम हो रहा है और 2000 लोग काम करें, जरूरी नहीं है. 5 लोगों को भी अगर मैं रोजगार देता हूं तो मेरा स्टार्टअप मेरे देश को आगे बढ़ा रहा है. एक साइकोलॉजिकल चेंज लाना है कि यूथ के दिमाग में जॉब सीकर की मानसिकता से उसको बाहर लाना है, वो जॉब क्रिएटर बने. സ്റ്റാർട്ടപ്പുകൾ സൃഷ്ടിച്ച തൊഴിലവസരങ്ങൾ ബഹിരാകാശ സാങ്കേതികവിദ്യ, ഡീപ് ടെക്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ പുതിയ മേഖലകളിലെ അവസരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യയുടെ GDP വളർച്ചയിലും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ വികാസത്തിലും സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ നിർണായക പങ്കുവഹിക്കുന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സ്റ്റാർട്ടപ്പുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതാണ്. സാമ്പത്തിക വിദഗ്ധനും തിരുവനന്തപുരം IISTയിലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ ഷൈജുമോൻ CS. സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ വഴി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏകദേശം 20 ലക്ഷം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചത്. ഇത് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ രാജ്യത്ത് സൃഷ്ടിച്ച 1,46,00,000 തൊഴിലവസരങ്ങളുടെ ഏകദേശം 12% വരും. കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങളായി രാജ്യത്തിന്റെ ആഭ്യന്തര വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ച് ഇന്ത്യയെ ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കിയതിൽ സ്റ്റാർട്ടപ്പ് മിഷനും ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്കും നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സൊമാറ്റോ, ഓല, നൈക്ക തുടങ്ങിയ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനികൾ ലോകോത്തര വലിയ കമ്പനികളായി വളർന്നു കഴിഞ്ഞു. പല കമ്പനികളും സിലിക്കൺ വാലി പോലുള്ള വിദേശ സ്ഥലങ്ങളിൽ നിർണായകമായ സ്വാധീനമാണ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടപ്പ് വില്ലേജ് ആന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം പോലുള്ള നൂതനമായുള്ള നടപടികളിലൂടെ ഇന്ത്യയുടെ മുക്കും മൂലയിലും ഗ്രാമീണ മേഖലയിലും ധാരാളം തൊഴിൽ നൽകാൻ സ്റ്റാർട്ടപ്പ് മിഷൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാസമ്പന്നരായ യുവജനസംഖ്യ, സർക്കാർ പിന്തുണയുള്ള നയങ്ങൾ, നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ വർദ്ധിച്ചു വരുന്ന കടന്നുകയറ്റം എന്നിവയാൽ രാജ്യം അതിവേഗ വളർച്ചയിലേക്കാണ് കുതിക്കുന്നത്. സർക്കാർ നടപ്പിലാക്കിയ പുത്തൻ വിദ്യാഭ്യാസ നയത്തിലൂടെയും മാസീവ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വഴിയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി വളർത്തിയെടുക്കുവാനാണ് ഭാരത സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ റോൾ വളരെ വലുതാണ്.
സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പിൻബലത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ മികവിൽ കേരളം ഇന്ന് ഇന്ത്യയിലെ തന്നെ മികച്ച സ്റ്റാർട്ടപ്പ് ഹബ്ബുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. നിലവിൽ സംസ്ഥാനത്ത് 15,000-ഓളം സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിച്ചുവരികയാണ്. കൊച്ചിയിലെ ടെക്നോളജി ഇന്നൊവേഷൻ സോൺ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബുകളിൽ ഒന്നായി മാറി. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പോലും അവരുടെ ആശയങ്ങൾ വിപണിയിലെത്തിക്കാൻ ഇന്ന് അവസരമുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സീനിയർ മാനേജർ അശോക് കുര്യൻ പഞ്ഞിക്കാരൻ വാർത്താ തരംഗിണിയോട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവും കേരള സ്റ്റാർട്ടപ്പ് മിഷനും സ്റ്റാർട്ടപ്പുകളുടെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടിയിട്ട് ഫണ്ടിംഗ്, ബിസിനസ്, ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ സപ്പോർട്ട് സിസ്റ്റം ഒരുമിച്ച് നൽകി വരുന്നു. കേരള സർക്കാർ സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് കൂടുതലും ഫണ്ടിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ് നടത്തി വരുന്നത്. പ്രാരംഭഘട്ടത്തിൽ 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ഗ്രാൻഡായി നൽകാൻ അവസരങ്ങൾ ഉണ്ട്. പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ 7 ലക്ഷവും സ്കെയിലപ്പ് സ്റ്റേജിൽ 12 ലക്ഷം രൂപ വരെയും പ്രസ്തുത ഗ്രാന്റുകൾ അവൈലബിൾ ആണ്. R&D ഗ്രാന്റ് എന്ന രീതിയിൽ 30 ലക്ഷം രൂപ വരെയും ഗ്രാന്റ് അവൈലബിലിറ്റി ഉണ്ട്. അതുപോലെ സീഡ് ലോൺ ഇനത്തിൽ 10 മുതൽ 15 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. ബിസിനസ് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആസ് എ മാർക്കറ്റ് പ്ലേസ് എന്ന സ്കീമും അതുപോലെ കോർപ്പറേറ്റ് ഇന്നോവേഷൻ പ്രോഗ്രാമുകളും സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തി വരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സഹായത്തോടുകൂടി ഇന്റർനാഷണൽ സ്കെയിലബിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് അവസരങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ സീഡ് ഫണ്ട് സ്കീമും 50 ലക്ഷം രൂപ വരെ ഗ്രാന്റ് പ്ലസ് ലോൺ എന്നുള്ള രീതിയിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുകയും ചെയ്തു വരുന്നു. സ്റ്റാർട്ടപ്പുകൾക്കായി ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം കേരളത്തിലുടനീളം പ്രവർത്തന സജ്ജമായി വരുന്നുണ്ട്. കൊച്ചിയിലുള്ള ടെക്നോളജി ഇന്നോവേഷൻ സോണിൽ 13 ഏക്കർ ക്യാമ്പസിൽ 300ഓളം സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട്, കൊല്ലം എന്നീ സ്ഥലങ്ങളിലും സ്റ്റാർട്ടപ്പ് മിഷന്റെ ലീപ് കോവർക്ക് സൗകര്യം നിലവിലുണ്ട്. അതിലുപരി മെന്റർഷിപ്പ് സപ്പോർട്ടും ഐഡിയ വാലിഡേറ്റ് ചെയ്യുവാനായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. പുറം രാജ്യങ്ങളിൽ പോയി ഓഫീസ് സെറ്റ് ചെയ്യുന്നതിനും അവരുടെ പ്രോഡക്റ്റുകൾ ഗ്ലോബൽ മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നതിനുമായി സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി സെന്ററുകൾ സ്റ്റാർട്ടപ്പ് മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ടോടുകൂടി പല രാജ്യങ്ങളുമായി റിലേഷൻഷിപ്പുകൾ വളർത്തിയെടുക്കുവാനും അതുവഴി സ്റ്റാർട്ടപ്പുകൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതിനും സഹായകമായിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏജ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് അല്ല. വാർദ്ധക്യം അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ന്യൂ ഇന്നിംഗ്സ് എന്ന ഒരു പദ്ധതിയും സ്റ്റാർട്ടപ്പ് മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു ഐഡിയയുമായി വരുന്ന ഏതൊരാൾക്കും ആ ഐഡിയ വളർത്തിയെടുത്ത് ഒരു പുതിയ സംരംഭമാക്കി മാറ്റുവാൻ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒരുമിച്ച് പ്രവർത്തിച്ചു വരുന്നു. 2030ഓടെ ഇന്ത്യയെ $5 ട്രില്യൺ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നതിൽ സ്റ്റാർട്ടപ്പുകൾ വലിയ പങ്കുവഹിക്കും. IT മേഖലയിൽ മാത്രമല്ല, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിച്ചുവരുന്നു. 120-ലേറെ യൂണിക്കോണുകൾ, അതായത് $100 കോടി മൂല്യമുള്ള കമ്പനികൾ ഇന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, ഗ്രീൻ എനർജി എന്നീ മേഖലകളിലാകും ഇനി വലിയ വിപ്ലവങ്ങൾ നടക്കുക. തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ പ്രഥമ CEO ജി വിജയരാഘവൻ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ ശരിക്കും വലിയ ഇമ്പാക്റ്റ് വരുത്തിയൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് കീഴിൽ ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇതിൽ കേരളത്തിലെ പല കമ്പനികളും വളരെ ഉന്നത നിലവാരം പുലർത്തുകയും ഇന്റർനാഷണൽ ഫണ്ടിങ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കോളേജുകളിലും മറ്റും ആന്റർപ്രണർഷിപ്പിനുള്ള ഒരു ഫോക്കസ് വന്നു. അതായത് തൊഴിൽ തേടുന്നവർക്ക് പകരം തൊഴിൽ ദാതാക്കളായിട്ട് വിദ്യാർത്ഥികൾ മാറുന്നു എന്നുള്ളത്. അതാണ് ഈ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ കാണുന്നത്. ഇനി വരുന്ന കാലത്ത് AI ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും AIയും അതിന്റെ കൂടെ ഡൊമെയിൻ എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർ, അതായത് അഗ്രികൾച്ചർ രംഗത്ത് AI എങ്ങനെ പ്രയോജനപ്പെടുത്താം, മെഡിക്കൽ രംഗത്ത് എങ്ങനെ പ്രയോജനപ്പെടുത്താം, അതുപോലെ തന്നെ ഫാർമ രംഗത്ത് പ്രയോജനപ്പെടുത്താം. ഇതിൽ വലിയൊരു ചേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കൽ ടെക്നോളജി ഏരിയയിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം മെഡിക്കൽ ടെക്നോളജിയും വെൽനസ്, അസുഖം ചികിത്സിക്കുന്നതിന് പകരം അസുഖം ഇല്ലാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെൽനസ് പ്രോഗ്രാംസ് വരും. അപ്പൊ അതിലും AIക്ക് ഒരു വലിയൊരു പങ്ക് വഹിക്കും. ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഒരു വലിയ സംഭാവനയാണ് ചെയ്തിരിക്കുന്നത്. മുൻപ് ഒരു കമ്പനി തുടങ്ങുക എന്നത് ചുവപ്പുനാടയിൽ കുടുങ്ങുന്ന സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു. എന്നാൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ അത് മാറ്റിമറിച്ചു. അർഹരായ സംരംഭകർക്ക് ആദ്യ വർഷങ്ങളിൽ ആദായനികുതിയിൽ വലിയ ഇളവുകൾ ലഭിക്കുന്നു. സീഡ് ഫണ്ട് സ്കീം, ഫണ്ട് ഓഫ് ഫണ്ട് സ്കീം തുടങ്ങിയവ മുഖേന മികച്ച ആശയങ്ങളുള്ളവർക്ക് അത് പ്രാവർത്തികമാക്കാൻ സാമ്പത്തിക സഹായം, വളർന്നുവരുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് സർക്കാർ ഗ്യാരണ്ടികളുടെ പിന്തുണയോടെ വായ്പകൾ ലഭ്യമാക്കുന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്നിവ സ്റ്റാർട്ടപ്പുകൾ നേരിടുന്ന ഫണ്ടിംഗ് തടസ്സങ്ങൾ ലഘൂകരിക്കുന്നു.
കമ്പനി രജിസ്ട്രേഷൻ, പേറ്റന്റ് ഫയലിംഗ് തുടങ്ങിയവ എളുപ്പമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, സെൽഫ് സർട്ടിഫിക്കേഷൻ, പരിചയസമ്പന്നരായ മെന്റർമാരിൽ നിന്നും ഉപദേശങ്ങൾ തേടാനുള്ള വേദി എന്നിവയെല്ലാം സംരംഭകർക്ക് ലഭ്യമാകുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് നിയമ ഉപദേശങ്ങൾ നൽകുന്ന വിജെ മാത്യു ആൻഡ് കോ ഇന്റർനാഷണൽ ലോ ഫേമിന്റെ പാർട്ണറും ഹൈക്കോടതി അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് മെർലിൻ മാത്യു. പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ നിയമസഹായം നൽകുവാൻ അവർക്ക് സ്ഥാപനം തുടങ്ങാനുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, അതുപോലെ എഗ്രിമെന്റ്, ലീഗൽ ഒപ്പീനിയൻ എന്നിവയിൽ ലീഗൽ അഡ്വൈസ് ലഭ്യമാക്കാറുണ്ട്. ചെറുപ്പക്കാരായ സംരംഭകർക്ക് പുത്തൻ ആശയവുമായി വരുമ്പോൾ അവർക്ക് സർക്കാരിന്റെ വിവിധ സ്കീമുകൾ, റെഗുലേറ്ററി കംപ്ലയൻസ്, എംപ്ലോയ്മെന്റ് ഡോക്യുമേഷൻ, ഭൗതിക സ്വത്ത് സംരക്ഷണം, ഇൻവെസ്റ്റ്മെന്റ് എന്നിവയിൽ നിയമോപദേശം നൽകാറുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം വനിതാ സംരംഭകരുടെ മുന്നേറ്റമാണ്. ഇന്ന് 48% സ്റ്റാർട്ടപ്പുകളിലും ചുരുങ്ങിയത് ഒരു വനിതാ ഡയറക്ടറെങ്കിലും ഉണ്ട്. ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകൾ പോലും ഇന്ന് IT, കൃഷി, കരകൌശലം എന്നീ മേഖലകളിൽ സ്വന്തം ബ്രാൻഡുകൾ സൃഷ്ടിക്കുന്നു. ഒറിയ ബ്രാൻഡിംഗ് കമ്പനിയുടെ ഫൗണ്ടറും മെന്ററുമായ വനിതാ സംരംഭക അനുജ ബഷീർ വാർത്താ തരംഗിണിയോട്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരുപാട് പിന്തുണ ശരിക്കും പറഞ്ഞാൽ എല്ലാ സംരംഭകർക്കും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ആശയം മാത്രമല്ല, പല രീതിയിലുള്ള അവസരങ്ങളും നല്ല രീതിയിലുള്ള നെറ്റ്വർക്കും ഇതൊക്കെ കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ വലിയൊരു അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ ഒരുപാട് പദ്ധതികളുണ്ട്. ധനസഹായം റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഗ്രാൻഡ്സ്, അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രോജക്ട്സുകൾ. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പോർട്ടലിൽ അവൈലബിൾ ആണ്. അത് ചെക്ക് ചെയ്താൽ നമുക്ക് നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പിന്റെ പേരിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഒരു വലിയൊരു സഹായം എന്ന് പറഞ്ഞാൽ മെന്റോർഷിപ്പ് ആണ്. അതായത് ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഇതിനെ എങ്ങനെ മുമ്പോട്ട് നീക്കും, ഇത് എങ്ങനെ സക്സസ്ഫുൾ ആക്കും എന്നുള്ളത് പലപ്പോഴും തുടങ്ങുന്ന സംരംഭകർക്ക് അറിയാതെ വരുമ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മുഖേന നല്ല എക്സ്പേർട്സും മെന്റേഴ്സും ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഈ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിലുണ്ട്. അവരുടെ സഹായം തേടാൻ ഈ ഒരു പദ്ധതി ഒരുപാട് അധികം സംരംഭകരെ സഹായിക്കാറുണ്ട്. സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ വളരെ ലളിതവും അതുപോലെ തന്നെ ഡിജിറ്റലുമാണ്. ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോർട്ടൽ വഴി ഈ DPIP ID ആ അംഗീകാരത്തിന് നമുക്ക് അപേക്ഷിക്കാം. ആ ID നമുക്ക് ഒരിക്കൽ കിട്ടിയതിനു ശേഷം നമുക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഈ ID കൊടുക്കുമ്പോൾ നമുക്കൊരു കേരള സ്റ്റാർട്ടപ്പ് ID നമുക്ക് കിട്ടുവാണ്. വനിതാ സംരംഭകർക്ക് വേണ്ടി ഒരുപാട് നല്ല ഇനീഷ്യേറ്റീവ്സ് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസിലുണ്ട്. ഗ്രാൻഡ്സ്, അതായത് ധനസഹായം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്ട്സ് എക്സ്ക്ലൂസീവ്ലി വുമൻ ഫൗണ്ടേഴ്സിന് വേണ്ടി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവാറുണ്ട്. നികുതിയിൽ ഒരുപാട് കുറവ്, ഏതെങ്കിലും ഗവൺമെന്റ് പ്രോജക്ട്സുമായിട്ട് കണക്ട് ചെയ്യാനോ, അങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ പോർട്ടലിൽ അവൈലബിൾ ആണ്. സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ രാജ്യത്തിന്റെ വലുതും ചെറുതുമായ പ്രദേശങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്ര, കർണാടക, ഡൽഹി, ഗുജറാത്ത് തുടങ്ങിയ പരമ്പരാഗത കേന്ദ്രങ്ങൾ എണ്ണത്തിൽ മുന്നിൽ തുടരുമ്പോൾ പ്രധാന നഗരങ്ങൾക്ക് പുറത്തുള്ള Tier 2, Tier 3 നഗരങ്ങളിൽ പോലും പുതുപുത്തൻ ബിസിനസ് ആശയങ്ങളുമായി സ്റ്റാർട്ടപ്പുകൾ സജീവമായി കഴിഞ്ഞു. കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് സ്റ്റാർട്ടപ്പ് നോളജ് ആക്സസ് രജിസ്ട്രി സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, മെന്റർമാർ, സർവീസ് പ്രൊവൈഡർമാർ എന്നിവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതിലൂടെ നവീകരണം, സഹകരണം, വളർച്ച എന്നിവയുടെ പങ്കിടൽ പ്രോത്സാഹിപ്പിക്കുന്നു. തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബയോട്ട പ്രിസിഷൻ അഗ്രികൾച്ചർ എന്ന സ്റ്റാർട്ടപ്പിന്റെ ഡയറക്ടറും യുവസംരംഭകനുമായ അർജുൻ സന്തോഷ്. സ്മാർട്ട് കൃഷിയിലൂടെ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകി ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ സംരംഭകയായ ഡോക്ടർ കവിതയുടെ നേതൃത്വത്തിൽ ഈ സ്റ്റാർട്ടപ്പ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്. മണ്ണ് പരിശോധനാ രംഗത്തെ പ്രധാന പ്രശ്നങ്ങളായ റിസൾട്ട് കിട്ടാനുള്ള കാലതാമസം, മണ്ണെടുക്കാനും മറ്റുമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് പരിഹാരമായി ആധുനിക സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ന്യൂട്രി എന്നൊരു പുതിയ ഉപകരണം വികസിപ്പിച്ചു കർഷകർക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മേഖലയിൽ ആദ്യ ചുവടുവെപ്പ് നടത്തിയത്. വെറും 2 മിനിറ്റിൽ ഒരു രാസവസ്തുവും ഉപയോഗിക്കാതെ തന്നെ റിസൾട്ട് തരുന്ന ഈ ഉപകരണത്തിന് കർഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷന്റെ സഹായവും പ്രോത്സാഹനവും ഇത്തരം നവീനമായ ആശയങ്ങളിലൂടെ കർഷകരെ സഹായിക്കാൻ എന്നെപ്പോലെയുള്ള യുവ സംരംഭകർക്ക് എന്നും ഒരു പ്രചോദനമാണ്. ഒരു ദശാബ്ദം, ലക്ഷക്കണക്കിന് ആശയങ്ങൾ, കോടിക്കണക്കിന് പ്രതീക്ഷകൾ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ 10ാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങുമ്പോൾ നമ്മുടെ യുവത്വം ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ്. നിങ്ങളുടെ ചെറിയൊരു ആശയം നാളെ ലോകത്തെ മാറ്റിമറിച്ചേക്കാം. നൂതനാശയ രംഗത്ത് ആഗോളതലത്തിൽ ഒന്നാമതെത്തുന്നതിനുള്ള ഇന്ത്യയുടെ യാത്ര തുടരുകയാണ്. ഈ 10 വർഷങ്ങൾ കൊണ്ട് നമ്മൾ എഴുതി ചേർത്തത് ഓരോ ഭാരതീയന്റെയും സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ വിജയഗാഥയാണ്.
സംരംഭകത്വത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ നമുക്കും പങ്കാളികളാകാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ്. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.